വിവാദ ഭൂമികളിൽ കൃഷി ഇറക്കാൻ കൃഷി വകുപ്പിന്റെ പദ്ധതി. ആറന്മുള മെത്രാൻകായൽ ഉൾപ്പെടെയുള്ള ഭൂമികളിൽ കൃഷി ഇറക്കുന്നത് സംബന്ധിച്ച് വകുപ്പ് സെക്രട്ടറിയിൽ നിന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ റിപ്പോർട്ട് തേടി. ഭൂമികൾ കൃഷിയോഗ്യമാക്കുക എന്ന നയത്തിന്റെ ചുവടുപിടിച്ചാണ് മെത്രാൻകായലിലും ആറന്മുള വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത ഭൂമിയിലും കൃഷിയിറക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. ഇക്കാര്യത്തിൽ നിയമവശങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ കൃഷി സെക്രട്ടറി രാജു നാരായണസ്വാമിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മെത്രാൻകായല് അതുപോലെ തന്നെ ആറന്മുള നികത്തിയിട്ടുള്ള സ്ഥലത്തും അതുപോലെ ഇവിടെ കൃഷിഭൂമിയൊക്കെ എടുക്കുന്ന സ്ഥലത്തും വീണ്ടും കൃഷി ആരംഭിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് അഗ്രികൾച്ചർ സെക്രട്ടറി രാജു നാരായണസ്വാമി റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ തണ്ണീർത്തട നിയമത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അവിടെയെല്ലാം കൃഷി പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. മെത്രാൻകായലിൽ കൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 17-ന് പ്രദേശം കൃഷിമന്ത്രി സന്ദർശിക്കും. 17-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി സുനിൽകുമാറിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, തൃശൂർ. ഫ്ലോറിഡയിൽ സ്വവർഗ അനുരാഗികളുടെ നിശാ ക്ലബിലുണ്ടായ വെടിവയ്പ്പിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ഏറ്റെടുത്തു. IS പോരാളിയാണ് ആക്രമണം നടത്തിയതെന്ന് ഭീകരർ അവകാശപ്പെട്ടു. എന്നാൽ ആക്രമണം നടത്തിയ ഒമർ മദീൻ എന്ന യുവാവിന് IS-മായി നേരിട്ട് ബന്ധമില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. FBI അന്വേഷിക്കും. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഫ്ലോറിഡയിലെ സ്വവർഗാനുരാഗികളുടെ നിശാ ക്ലബിൽ അതിക്രമിച്ചു കടന്ന യുവാവ് വെടിയുതിർത്തത്. വെടിവയ്പിൽ 50 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ ഒർലാൻഡോയിലെ പൾസ് ക്ലബിൽ കടന്ന തോക്കുധാരി ചുറ്റുപാടും വെടിയുതിർക്കുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. ഫ്ലോറിഡയിൽ താമസക്കാരനായ ഒമർ സാദിഖ് മാറ്റീനാണ് വെടിവയ്പ് നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ഭീകര സംഘടനയായ IS-നോട് അനുഭാവമുള്ള ട്വിറ്റർ അക്കൌണ്ടിൽ യുവാവിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതോടെ ഭീകരാക്രമണമാണെന്ന സംശയം ശക്തമായി. എന്നാൽ അക്രമിക്ക് IS-യുമായി നേരിട്ട് ബന്ധമില്ലെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ FBI ഇയാളെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒർലാൻഡോയിൽ വെള്ളിയാഴ്ച രാത്രി യുവഗായിക ക്രിസ്റ്റീന ഗ്രിമി സംഗീത പരിപാടിക്ക് ശേഷം യുവാവിന്റെ വെടിയേറ്റ് മരിച്ചതിനു പിന്നാലെയാണ് ഇന്നലത്തെ കൂട്ടക്കൊല. സെപ്റ്റംബർ 11-ന്റെ ന്യൂയോർക്ക് ആക്രമണത്തിനു ശേഷം അമേരിക്ക നടങ്ങിയ ഏറ്റവും വലിയ കൂട്ടക്കൊലയായി ഫ്ലോറിഡയിലെ നിശാ ക്ലബ് ആക്രമണം. ഇന്റർനാഷണൽ ഡെസ്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉടൻ ഉയർത്തണമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ജയലളിത നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ മുഖ്യമന്ത്രി ജയലളിതയോട് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ജലനിരപ്പ് ഉയർത്താനാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ പുതിയ നീക്കവുമായാണ് തമിഴ്നാട് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. നാളെ 11 മണിക്കാണ് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തണമെന്ന് മുഖ്യമന്ത്രി ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും. ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ജയലളിത ആവശ്യപ്പെടും. തമിഴ്നാട്ടിലെ വിവിധ കർഷക സംഘടനകളുടെ ഫെഡറേഷനുകളും ഈ ആവശ്യം ഉന്നയിച്ച് തമിഴ്നാട് സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. മുല്ലപ്പെരിയാറിനൊപ്പം കാവേരി വിഷയത്തിലും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉറപ്പാക്കണമെന്ന് തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അണ്ണാ DMK NDA ചേർക്കാനുള്ള നീക്കങ്ങൾ സജീവമായിരിക്കെയാണ് ജയലളിത മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. രാജ്യസഭയിലടക്കം നിർണായക വിഷയങ്ങളിൽ BJPക്ക് അണ്ണാ DMKയുടെ പിന്തുണ ആവശ്യമായതിനാൽ മുല്ലപ്പെരിയാർ വിഷയത്തിലടക്കം തമിഴ്നാടിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചേക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് തരികിട സാബു. തനിക്കെതിരെ രാമകൃഷ്ണൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മണിയുടെ മരണം വിറ്റ് കാശാക്കുകയാണ് രാമകൃഷ്ണനെന്നും തരികിട സാബു പറഞ്ഞു. തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ട കേസ് നൽകുമെന്ന് സാബു പറഞ്ഞു. രാമകൃഷ്ണനെയും തന്നെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും ഇരുവരും തമ്മിൽ പിന്നെന്താണ് വ്യത്യാസമെന്നും സാബു ചോദിക്കുന്നു. ഇരുവരുടെയും പേരിൽ ആളുകൾ സംശയം ഉന്നയിച്ചിട്ടുണ്ടെന്നും സാബു. രാമകൃഷ്ണൻ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ലേ? എന്നിൽ നിന്ന് മൊഴിയെടുത്ത അതേപോലെ രാമകൃഷ്ണനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പൊ ഞാനും രാമകൃഷ്ണൻ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? രണ്ടുപേരുടെ പേരിലും സംശയങ്ങളുണ്ട്, ആളുകൾ ഉന്നയിച്ചു. മണിച്ചേട്ടന്റെ മരണം വിറ്റ് കാശാക്കാൻ നടക്കുന്ന ഒരാളാണ് രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ ഒരു തരത്തിലും മണിച്ചേട്ടൻ ഒരു സമയത്തും അടുപ്പിച്ചിരുന്ന ഒരു ആളല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി മണിച്ചേട്ടന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. രാമകൃഷ്ണനും മണിച്ചേട്ടനും തമ്മിൽ ഒരു തരത്തിലും ബന്ധമുണ്ടായിരുന്നൊരു കക്ഷിയല്ല. എന്നാൽ തങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് തനിക്ക് സാബുവിനെ ബോധ്യപ്പെടുത്തേണ്ടതില്ലെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. തന്റെ ജ്യേഷ്ഠന്റെ സമ്പത്തിൽ മാത്രമായിരുന്നു സാബുവിന്റെ കണ്ണെന്നും രാമകൃഷ്ണൻ ആരോപിച്ചു.
ഞങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ച് എനിക്ക് സാബുവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സാബു ഒരിക്കൽ പോലും സാബുവിനെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് സാബുവിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സാബു വന്നിട്ടില്ല. സാബു എന്താ ഉദ്ദേശം? ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം. അതായത് സാബുവിന് എന്റെ സഹോദരന്റെ സാമ്പത്തികവും അല്ലെങ്കിൽ എന്റെ സഹോദരനിൽ നിന്ന് എന്തൊക്കെ കിട്ടാമോ അതൊക്കെ വാങ്ങിച്ചെടുക്കുക. അത് വളരെ സത്യമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്. വിദേശത്ത് കറങ്ങി നടക്കുന്ന നരേന്ദ്രമോദി വിദ്യാഭ്യാസത്തിന് പണം നൽകുന്നില്ലെന്ന് കനയ്യകുമാർ. UP ഇലക്ഷൻ മുന്നിൽ കണ്ടാണ് ദാദരിയിലെ മട്ടൺ ബീഫ് ആയതെന്നും കനയ്യകുമാർ തൃശൂരിൽ പറഞ്ഞു. Before UP election, mutton became beef, and now morph video became authentic. So it is a larger conspiracy against the students, against those who are fighting for the betterment of the society, against them those want equality and justice for the all. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ MLA ഹോസ്റ്റലിലെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കൊപ്പം VS ഓഫീസിലെത്തി. നെയ്യാർ ബ്ലോക്കിലെ 1D ആണ് VSന്റെ ഓഫീസ്. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പൗലോസ് മാർ ദ്വിതീയൻ കത്തോലിക്ക ബാവ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ തങ്ങൾ അനാഥരായിരുന്നുവെങ്കിൽ ഇപ്പോൾ സനാഥരാണെന്ന് പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കത്തോലിക്ക ബാവ ആശംസകൾ നേർന്നു. ഞങ്ങളെ കരുതുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വികാരമാണ്. ഞങ്ങൾ ഇപ്പോൾ സനാഥരാണ് പൊളിറ്റിക്കലി, മറ്റു ഞങ്ങൾ അനാഥരാണെന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. പിണറായിയിലെ പുത്തൻകണ്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ RSS പ്രവർത്തകർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകി. പിണറായിയിൽ നിന്നുള്ള വനിതാ അസോസിയേഷൻ നേതാക്കളും ലോയേഴ്സ് യൂണിയൻ നേതാക്കളുമാണ് ലളിത കുമാരമംഗലത്തിന് പരാതി നൽകിയത്. പിണറായി പുത്തൻകണ്ടത്തെ BJP RSS പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കാനാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ലളിത കുമാരമംഗലം എത്തിയത്. എന്നാൽ CPIM അക്രമം നടത്തുന്നുവെന്ന് ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കാനുള്ള RSS അജണ്ടയുടെ ഭാഗമായാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ സന്ദർശനമെന്ന് ആരോപണമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പിണറായിലെ വെണ്ടുട്ടായിലും പുത്തൻകണ്ടത്തുമെല്ലാം RSS നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ മഹിളാ അസോസിയേഷൻ നേതാക്കളും ലോയേഴ്സ് യൂണിയൻ നേതാക്കളും കമ്മീഷനിൽ പരാതി നൽകിയത്. സ്ത്രീകൾക്കെതിരെ അടക്കം നടക്കുന്ന അതിക്രമങ്ങളും സംഘം കമ്മീഷനെ ബോധിപ്പിച്ചു. അഡ്വക്കേറ്റ് P. വിമലകുമാരി. പിണറായിയിൽ സ്ഥിരമായി സ്ത്രീകളെയും കുട്ടികളെയും മാനഭംഗപ്പെടുത്തുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ആക്രമണം നടത്തുകയും റേപ്പ് ചെയ്യുകയും ബലാത്സംഗം അടക്കം സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടരുകയാണ്. പേടി കൊണ്ട് സ്ത്രീകളും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. ഇതിനെതിരെ തീർച്ചയായും ലോയേഴ്സ് യൂണിയനും മഹിളാ അസോസിയേഷനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ വനിതാ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. അവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവരവിടെ വന്ന് പരാതികൾ സ്വീകരിക്കാനും തയ്യാറായിട്ടുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള കമ്മീഷൻ അംഗം സുഷമ സുഹയെയും സംഘം സന്ദർശിച്ചു. അഡ്വക്കേറ്റ് K. അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് VM സുധീരൻ. മുൻ റിപ്പോർട്ടുകൾക്ക് വ്യത്യസ്തമായി മേഖലാ സമിതികളുടെ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകുമെന്നും സുധീരൻ വ്യക്തമാക്കി. എക്സ്ക്ലൂസീവ്. കോഴിക്കോട് കക്കയം ഗവൺമെന്റ് LP സ്കൂൾ നിർമ്മാണത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതി. കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളിന്റെ നിർമ്മാണത്തിലും സ്ഥലം വാങ്ങിയതിലുമാണ് ക്രമക്കേട് നടന്നത്. കോഴിക്കോട്ടെ മലയോര പ്രദേശമായ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടമാണിത്. ചെങ്കുത്തായ പാറക്കെട്ടിന് നടുവിൽ കാലിത്തൊഴുത്ത് പോലൊരു കെട്ടിടം. ഈ പാറക്കെട്ട് വാങ്ങാനും കെട്ടിടം നിർമ്മിക്കാനുമായി 40 ലക്ഷം രൂപ ചെലവായി എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. പാറക്കെട്ടുള്ള സ്ഥലം സ്കൂളിനായി വാങ്ങിയപ്പോൾ താഴെ റോഡിനോട് ചേർന്നുള്ള 60 സെന്റ് ഭൂമി അന്നത്തെ പ്രധാനാധ്യാപകൻ സ്വന്തം പേരിലാക്കിയതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. അന്നത്തെ ഹെഡ്മാസ്റ്റർ രാമകൃഷ്ണനും അന്നത്തെ ഭരണസമിതിയിലെ ആളുകളും ചേർന്ന് നടത്തിയിട്ടുള്ള അഴിമതിയുടെ സാക്ഷ്യപത്രമാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്.
കക്കയം റിസർവ് വനത്തോട് ചേർന്ന് കിടക്കുന്ന KSCBയുടെ കെട്ടിടത്തിലാണ് നിലവിൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂൾ മുറ്റത്ത് കാട്ടാനിറങ്ങുന്നതിനാൽ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഭയക്കുകയാണ്. അമ്പലക്കുന്ന് ആദിവാസി കോളനിയിലെ 8 കുട്ടികളാണ് നിലവിൽ ഇവിടെ പഠിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉപയോഗശൂന്യമായതിനാൽ പുതുതായി ചേരാൻ വന്ന 20ഓളം കുട്ടികൾ സമീപത്തെ പ്രൈവറ്റ് സ്കൂളിലേക്ക് മാറി. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന LP സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ മറവിലാണ് ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ കർശന നടപടി സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാർ ഈ ക്രമക്കേടുകൾ കാണണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. കക്കയത്ത് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. 2 ദിവസമായി മലപ്പുറം മഞ്ചേരിയിൽ നടക്കുന്ന EMSന്റെ ലോകം ദേശീയ സെമിനാർ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് EMS സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് 2 ദിവസത്തെ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് അസഹിഷ്ണുതയും വർഗീയതയും സജീവമായ കാലത്ത് EMSന്റെ ചിന്തകൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വർഗീയതയെ തുറന്നു കാണിക്കുന്നതിന്, വർഗീയതയെ എതിർക്കുന്നതിന് ഒരു ഘട്ടത്തിലും പുറകോട്ട് പോകുന്ന നില EMSന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയം വ്യക്തതയോടെ നമ്മുടെ നാടിനെ സ്വീകരിച്ച് നടപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പ്രഭാത് പട്നായിക്, CP നാരായണൻ MP, സുനിൽ P ഇളയിടം, P രാജീവ്, KT കുഞ്ഞിക്കണ്ണൻ, KEN, ഹമീദ് ചേന്ദമംഗലൂർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മന്ത്രി KT ജലീൽ, പാലൊളി മുഹമ്മദ് കുട്ടി തുടങ്ങിയവരും സെമിനാറിൽ സംസാരിക്കുന്നുണ്ട്. സമാപന സമ്മേളനം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.